1891 ഈ ഓജോ ബോർഡിൻ്റെ നിർമ്മാതാക്കൾ അതിന് പാറ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാഷിങ്ടൺ DC പാറ്റൻറ്റ് ഓഫീസിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഈ ഓഫീസർ പറഞ്ഞു പാറ്റൻറ്റ് നൽകാനായിട്ടൊരു നിബന്ധന ഉണ്ട്, ഈ ഒരു ബോർഡ് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഈ ഓഫീസറും നിർമ്മാതാക്കളും എല്ലാവരും കൂടി ഈ ബോർഡിന് ചുറ്റുമായിരുന്നു. അങ്ങനെ ഈ പാറ്റൻറ്റ് ഓഫീസർ ആ ബോർഡിനോട് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ 1891 ഫെബ്രുവരി 10 ഈ ഓജോ ബോർഡിന് പാറ്റൻറ്റ് കിട്ടി. കാരണം ഈ ഓജോ ബോർഡ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിരുന്നു. ആയിരത്തി 1886 അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ ആളുകൾ ഈ സ്പിരിറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബോർഡുകൾ ഉപയോഗിക്കുന്നതായിട്ട് വാർത്തകൾ വരാൻ തുടങ്ങി. അതായത് ഈ ഒരു ബോർഡിനകത്ത് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ആൽഫബറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ മരിച്ച ആളുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ആ നാട് മൊത്തം അറിഞ്ഞ് ഇത് ന്യൂസിലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ചാൾസ് കെന്നാർഡ് എന്ന് പറയുന്ന ഒരാൾ ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചു. അദ്ദേഹം ഇജായ ബോണ്ട് ഉൾപ്പെടെ ഒരു 4 ആൾക്കാരെയും കൂടി ചേർത്ത് കെനാൾഡ് നോവൽറ്റി കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ആരംഭിച്ചു. അപ്പോൾ ആ ഒരു കമ്പനി കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതുപോലെ സ്പിരിറ്റ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു ബോർഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 1800കളുടെ അവസാനത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്താൻ തുടങ്ങി. അപ്പോൾ ഇവർ പത്രങ്ങളിൽ പരസ്യങ്ങൾ കൊടുക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഈ പത്രങ്ങളിൽ കണ്ട മെയിനായിട്ടുള്ള കുറച്ച് പരസ്യമായിരുന്നു ഈ ലിങ്ക് ബിറ്റ്വീൻ നോൺ ആൻഡ് അൺനോൺ. അതായത് നമുക്ക് അറിയുന്നൊരു കാര്യം അറിയാത്തൊരു കാര്യം തമ്മിലുള്ളൊരു കണക്ഷനാണ് ഈ ബോർഡ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഒരു വീജ ബോർഡ്? ഇന്ന് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ കടകളിലൊക്കെ കാണാൻ പറ്റുന്ന സെയിം സാധനം തന്നെയാണ് അന്നുണ്ടായിരുന്നത്. ഒരു വലിയൊരു മരത്തിൻ്റെ ബോർഡ്, അതിൽ യെസ് ഉണ്ടാവും, നോ ഉണ്ടാവും, അതേപോലെ നമ്പേഴ്സ് ഉണ്ടാവും, ലെറ്റേഴ്സ് ഉണ്ടാവും. ഇതിൽ ഒരു പ്ലാഞ്ചറ്റ് കൂടി ഉണ്ടാവും. പ്ലാഞ്ചറ്റ് പറയുമ്പോൾ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ളൊരു ഡിവൈസ്. അപ്പോൾ ഇതിൽ നമ്മൾ കൈവച്ചതിന് ശേഷമാണ് ഇത് വെച്ചാണ് നമ്മൾ ഈ ഓജോ ബോർഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ ഈ ബോർഡിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുഡ് ബൈ എന്ന് എഴുതിയത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു ബോർഡുള്ളത്. അപ്പോൾ ഈ വീജ ബോർഡ് ഇത്രയും പ്രശസ്തമാകാൻ കാരണം ഈ സ്പിരിച്വലിസത്തിൻ്റെ പെട്ടെന്നുള്ളൊരു ബൂസ്റ്റാണ്. അപ്പോൾ ഇതിന് സഹായിച്ചൊരു കാര്യമാണ് ഈ സിവിൽ വാർ എന്ന് പറയുന്നത്, അമേരിക്കൻ സിവിൽ വാർ. ഈ സിവിൽ വാറിൽ അനേകം പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബക്കാരെല്ലാം അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീജ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീജ ബോർഡ് യൂസ് ചെയ്യുന്നതോടെ അവർക്ക് ഒരു തരം റിലീഫും കിട്ടിത്തുടങ്ങി. അപ്പോൾ ഈ ഒരു ബോർഡിന് ആദ്യം തന്നെ ഒരു പേരാവശ്യമാണ്. അപ്പോൾ ഒരു പോപ്പുലർ മിത്ത് അല്ലെങ്കിൽ ഒരു തെറ്റായ ബിലീഫുണ്ട്, ഈ യെസ് എന്നുള്ളതിൻ്റെ ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് വേർഡ്സ് ചേർത്തിട്ടാണ് ഈ ഒരു പേരുണ്ടാക്കിയെന്നുള്ളത്. പക്ഷേ തെറ്റായ ഒരു ധാരണയാണ്. ആക്ച്വലി പേര് വന്നത് വേറൊരു തരത്തിലാണ്. ഈ ഇജായ ബോണ്ട്, ഈ ഒരു ഫൗണ്ടിങ് മെമ്പേഴ്സിലുള്ള ഇജായ ബോണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിസ്റ്റർ ഇൻ ലോ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഹെലൻ പീറ്റേഴ്സ് എന്നാണ്. ഈ ഹെലൻ പീറ്റേഴ്സ് ഒരു മീഡിയമാണ്. ഹ്യൂമൻസും സ്പിരിറ്റ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു മിഡിൽ മാൻ ആയിട്ട് നിൽക്കുന്ന ആളെയാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു സ്ട്രോങ് മീഡിയം ആണെന്ന് പറയപ്പെടുന്ന ആളാണ് ഈ ഹെലൻ പീറ്റേഴ്സ്. അങ്ങനെ ഈ ഹെലൻ പീറ്റേഴ്സാണ് ഈ ബോർഡിൻ്റെ പേര് നമുക്ക് ബോർഡിനോട് തന്നെ ചോദിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവർ ഈ ബോർഡിനോട് തന്നെ ചോദിച്ചു എന്ത് പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബോർഡ് സജസ്റ്റ് ചെയ്ത പേരാണ് ഈ വീജ എന്നുള്ളത്. അപ്പോൾ ഈ വീജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗുഡ് ലക്ക് എന്നാണ് ആ ബോർഡ് അപ്പോൾ റിപ്ലൈ കൊടുത്തത്. അങ്ങനെ ഈ ഒരു ബോർഡ് ഭയങ്കര ഹിറ്റാകാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ. അങ്ങനെ 1892 ആകുമ്പോഴത്തേക്ക് ഇവർക്ക് 4 സ്ഥലങ്ങളിലായിട്ട് 5ലധികം ഫാക്ടറികളുണ്ടായി. അങ്ങനെ ഇരിക്കുക അവരുടെ ബിസിനസ്സൊക്കെ നല്ല പ്രോഫിറ്റബിളായി തുടങ്ങിയ സമയത്ത് ഈ കമ്പനിയുടെ ഇൻറ്റേർണലി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ കമ്പനിയുടെ ഫൗണ്ടിങ് മെമ്പേഴ്സായ ചാൾസ് കെന്നാർഡും ഇജായ ബോണ്ടും ഈ കമ്പനി വിട്ടു. അങ്ങനെ ഇരിക്കെ ഈ ഒരു കമ്പനിയിലെ സ്റ്റോക്ക് ഹോൾഡറും അതേപോലെ ആദ്യകാല എംപ്ലോയിയുമായിട്ടുള്ള വില്യം ഫുഡ് ഈ ഒരു ലീഡർഷിപ്പിലേക്ക് വരികയാണ്. അങ്ങനെ കമ്പനിയുടെ ഒരു പുതിയ നേതാവായിട്ട് വില്യം ഫുഡ് മാറുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു കമ്പനിയുടെ സക്സസും ഗ്രോത്തും കണ്ടിട്ട് അനേകം കമ്പനികൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോർഡുകളും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇറക്കി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് മിസറബിളി ഫെയിലാകാം. അങ്ങനെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം 1927 വില്യം ഫുഡ് മരണപ്പെടുകയാണ്. ഈ വീജ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിർമ്മിച്ചൊരു ഫാക്ടറിയുടെ മേലെ നിന്ന് വീണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓജോ ബോർഡ് ഇത്ര പെട്ടെന്ന് ഇത്ര പോപ്പുലറായതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഓജോ ബോർഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇത് സ്പിരിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതും ഒരു പേടിപ്പെടുന്ന സംഭവമായിട്ടാണ് കാണുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഹൊറർ മൂവീസിലൊക്കെയാണ് ഈ സംഭവം കാണുന്നെങ്കിലും ഇത് ആദ്യം മാർക്കറ്റ് ചെയ്യപ്പെട്ടത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോമിലായിരുന്നു. സ്പിരിറ്റ്സിനെ കോൺടാക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു പേടിപ്പെടുന്ന കാര്യമോ മോശം കാര്യമായിട്ടല്ല അവർ കണക്കാക്കിയിരുന്നത്. അവരതൊരു പോസിറ്റീവ് ഓർ എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും ഒരു പേടിപ്പെടുന്ന കാര്യമായിരുന്നില്ല.
ഈ സ്പിരിച്വലിസ്റ്റ് മാത്രമല്ല ഇത് വാങ്ങാൻ തുടങ്ങിയത്, ഈ ഫാമിലീസും അങ്ങനെ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. ഇൻഫാക്റ്റ് ഇവിടെ ഏറ്റവും ഈ ഒരു വിസ ബോർഡിനോട് എതിർപ്പുണ്ടായിരുന്നത് ഈ ഒരു സ്പിരിച്വലിസ്റ്റിനായിരുന്നു, അല്ലെങ്കിൽ മീഡിയംസിനായിരുന്നു. കാരണം ഒരു കാലത്ത് ഈ സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓൺലി വേ ഈ മീഡിയംസോ അല്ലെങ്കിൽ സ്പിരിച്വലിസ്റ്റോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മിഡിൽമെൻ, അതായത് ഈ ഒരു മീഡിയമോ സ്പിരിച്വലിസ്റ്റോ ഇല്ലാതെ തന്നെ ആർക്കും ഈ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ മരിച്ച ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയൊരു എതിർപ്പ് നേരിട്ടത് ഈ മീഡിയംസിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിവിൽ വാറിൻ്റെ ടൈമിൽ ആളുകൾ യോജോ ബോർഡിൽ വിശ്വസിച്ച പോലെ തന്നെ വേൾഡ് വാർ 1 വന്ന സമയത്തും കൂടുതലായിട്ട് ആളുകൾ യോജോ ബോർഡിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 1944 ഈ വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് ന്യൂയോർക്കിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ നിന്ന് മാത്രമായിട്ട് 50,000-ഓളം വീജ ബോർഡുകളാണ് വിൽക്കപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ 1966 ഈ ഒരു വീജ ബോർഡിൻ്റെ റൈറ്റ്സ് പാർക്കർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങുകയാണ്. അതിൻ്റെ അടുത്ത വർഷം, അതായത് 1967 2 മില്യൺ വീജ ബോർഡ്സാണ് വിൽക്കപ്പെട്ടത്. അന്നത്തെ മറ്റൊരു പോപ്പുലർ ഗെയിമായിരുന്നു ഈ മോണോപ്പൊളി എന്ന് പറയുന്നത്. അതിനെ കടത്തി വിട്ടുകൊണ്ടാണ് വീജ ബോർഡ് ഇത്രയും വിൽക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് പലരും ഈ വീജ ബോർഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കഥകളും കവിതകളും അങ്ങനെ ലിറ്റററി വർക്ക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജെയിംസ് മെറിൽ. 1983 വീജ ബോർഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹം എഴുതിയ പോയം എന്ന് പറയപ്പെടുന്ന ദ ചേഞ്ചിങ് ലൈറ്റ് അറ്റ് സാൻഡോവർ നാഷണൽ ബുക്ക് ക്രിറ്റിക്സ് സർക്കിൾ അവാർഡ് നേടി. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഈ വീജ ബോർഡ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഒരു പോയറ്റിക് തോട്ട്സിനെ കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്ത്, അല്ലാതെ ഇത് വീജ ബോർഡ് പറഞ്ഞിട്ട് എഴുതിയൊരു കവിതയല്ല എന്നുള്ളത് അദ്ദേഹം ക്ലിയർ ആക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഈ വീജ ബോർഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത്. ലൈക്ക് പ്രേതത്തിൻ്റെ സിനിമകളിൽ അപ്പിയർ ചെയ്യുന്ന ഹൊററായിട്ടുള്ളൊരു കാര്യമായിട്ട്. എങ്ങനെയായിരിക്കും ഇത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പെട്ടെന്ന് നെഗറ്റീവിലേക്ക് മാറിയത്? 1973 ദ എക്സോസിസ്റ്റ് എന്ന് പറയുന്ന മൂവി ഇറങ്ങുകയാണ്. ആ ഒരു മൂവി ആൾക്കാർക്ക് വീജ ബോർഡിനുള്ള മനോഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സാധനം ഒരു പേടി തോന്നുന്നൊരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നീട് വരുന്ന സിനിമകളും സീരീസുകളും എല്ലാം ഈ വീജ ബോർഡിനൊരു ഹൊറർ സാധനമാക്കി മാറ്റാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്തു. പല റിലീജിയസ് ഗ്രൂപ്പും ഈ വീജ ബോർഡിൻ്റെ ഈവിൾ തിങ് ആയിട്ട് കാണാനും തുടങ്ങി. അങ്ങനെ 1991 പാർക്കർ ബ്രദേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഹാസ്ബ്രോ ഈ ഒരു വീജ ബോർഡിൻ്റെ റൈറ്റ്സ് വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം കൊണ്ട് ഹിസ്റ്ററിനെ പറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വീജ ബോർഡ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിനെ പറ്റി നോക്കാം. ആക്ച്വലി വീജ ബോർഡ് വർക്ക് ചെയ്യും, ആ കാര്യം നമുക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി. കാരണം വീജ ബോർഡ് പല സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ? ഈ വീജ ബോർഡ് പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇവിടെ നമ്മൾ തന്നെയാണ് സബ് കോൺഷ്യസ്ലി മൂവ് ചെയ്യുന്നത്. ഇഡിയോ മോട്ടോർ എഫക്റ്റ്, ഇതാണ് ഈ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോൺഷ്യസ്ലി അറിയാതെ നമ്മുടെ മസിൽസ് മൂവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. നമ്മുടെ ചിന്തയുടെയും എക്സ്പെക്റ്റേഷൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസ് അൺകോൺഷ്യസ്ലി മൂവ് ചെയ്യുന്നതാണ് ഈ ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സാണ് ഇവിടെ ആക്ച്വലി പ്രവർത്തിക്കുന്നത്. 1852 ഫിസിഷ്യനായിട്ടുള്ള വില്യം ബെഞ്ചമിൻ കാർപ്പൻ്ററാണ് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ അനോമലിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്രിസ് ഫ്രഞ്ച് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ്: ഇറ്റ് ക്യാൻ ഫീൽ ലൈക്ക് സംതിങ് എക്സ്റ്റേണൽ ഈസ് മൂവിങ് ദ പ്ലാനറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട്. അതേപോലെ മറ്റൊരു മെയിൻ ഘടകമാണ് ഈ ഒരു പ്ലാനറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈസിലി മൂവബിൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആയിരിക്കും ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിക്കവാറും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ഈ വീജ ബോർഡ് ആളുകൾ കളിക്കുന്നുണ്ടാവുക. അപ്പോൾ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും കളക്റ്റീവ് എഫേർട്ട് കാരണമായിരിക്കും ഈ ഒരു സംഭവം നീങ്ങുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഇത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് ഞാനല്ല ഇത് മൂവ് ചെയ്യുന്നത്, കാരണം മറ്റ് 3 ആളുകൾ കൂടെയുണ്ട്. അതുപോലെ അവരും വിചാരിക്കും. അപ്പോൾ ഒരാൾക്കും ഇത് ഞാനാണ് മൂവ് ചെയ്യുന്നത് തോന്നില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുന്നൊരു കാര്യം മാത്രമേ നമുക്ക് ഓജോ ബോർഡിലൂടെ ചോദിച്ചാൽ ഉത്തരം കിട്ടുകയുള്ളൂ.